الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും വഹീദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം അൽ ഖസസ്, അതിലെ 4, 5, 6 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ഹിജ്റയുടെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും ഹിജ്റ 1447-ാം വർഷത്തിലേക്ക് നാം കടക്കുന്നതുമൊക്കെയാണ് നാം ചർച്ച ചെയ്തത്. ഇപ്പൊ ഹിജ്റയുടെ 1447 മുഹറം മാസത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 2 മാസങ്ങൾ കൊണ്ട് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു ഹിജ്റ വർഷം എന്ന ഏറ്റവും വലിയൊരു സവിശേഷത ഹിജ്റ വർഷത്തിനുണ്ട്. വേറൊന്നിനും നമുക്കത് കാണാൻ കഴിയില്ല. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം, മറ്റൊരു മാസമാണ് ദുൽഹിജ്ജ. അപ്പം നമ്മുടെ ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത് മുഹറം കൊണ്ടും അവസാനിക്കുന്നത് ദുൽഹിജ്ജ കൊണ്ടുമാണ്. ആ നിലയിൽ പവിത്ര മാസം കൊണ്ട് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു ഹിജ്റ വർഷം എന്നുള്ള സവിശേഷത നാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ മുഹറം മാസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരല്പസമയം ഒന്ന് ഓർക്കുക എന്നുള്ളതാണ്
ഇന്നത്തെ ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു മുഹറം മാസത്തിലാണ് നമ്മൾ എന്ന്. മുഹറം മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണം നൽകിയിരിക്കുന്നത്, പ്രവാചകനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് ഷഹറുല്ലാ എന്നാണ്. അള്ളാഹുവിന്റെ മാസം എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ അവതരണീയമായ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം നടത്താറുള്ള, വ്രതം അനുഷ്ഠിക്കുന്ന റമളാന് പോലും ഈ ഒരു സവിശേഷത, പ്രത്യേകത നമുക്ക് കാണാൻ കഴിയില്ല, പറഞ്ഞതായി കാണുന്നില്ല. ഷഹറുല്ലാ എന്നുള്ളത് അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ചത് മുഹറമിനെ കുറിച്ച് മാത്രമാണ്. അതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറുപടി നൽകിയിട്ടുള്ളതും ആ വിശേഷണം നൽകിയിട്ടുള്ളതും. പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഏത് നമസ്കാരമാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള നമസ്കാരമാണ്. അതായത് ഖിയാമുൽ ലൈല്, വെളുപ്പിലെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരം, അതാണ് ജൗഫുൽ ലൈലിൽ ആഖിറിലെ നമസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അടുത്ത ചോദ്യം പ്രവാചകനോട് വന്നത്, അയ്യു സിയാമി അഫ്ളലു ബഅദ റമളാൻ, റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയാണ്, ഷഹറുല്ലാഹി അല്ലദീ തദ്ഊനഹു അൽ മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസം, അഥവാ മുഹറം മാസത്തിലെ നോമ്പാണ് റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഈ മുഹറം മാസവും അതിലെ നോമ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നബിക്കോ അല്ലെങ്കിൽ നമുക്കോ, നബിക്ക് ശേഷം നമുക്കോ ഒന്നും പവിത്രമായി നൽകിയതല്ല. അത് മുഹറം മാസത്തിന്റെ പവിത്രത ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച ദിവസത്തിൽ നിശ്ചയിച്ച പവിത്രതയാണ്. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്, പ്രവാചകന്റെ വചനങ്ങളുമുണ്ട്. അതൊരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. മാസങ്ങൾ 12 അതിൽ പവിത്രമായ 3-4 മാസങ്ങളുണ്ട്. ആ പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണെന്ന് റസൂൽ വിശദീകരിച്ചു തന്നു. അത് തുടർച്ചയായി വരുന്ന 3 മാസം, സലാസുൻ മുത്തവാലിയാത്ത് എന്ന് പറഞ്ഞ തുടർച്ചയായി വരുന്ന 3 മാസം, അത് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമുമാണ്. പിന്നെ റജബ് മാസവുമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നാം തിരിച്ചറിയും. ഇത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ സ്ഥലങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അതിനൊക്കെ പവിത്രത കൽപ്പിക്കുകയും അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയായ ദീനിലാവുക. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ അല്ലാഹു ദാലിക വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളോട് ആദരവും ബഹുമാനവും ഉണ്ടാവുക എന്നുള്ളത് ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള മുത്തഖീങ്ങൾ നമ്മൾ ആകണം. അതേസമയം പവിത്രത ഇല്ലാത്തതിന് പവിത്രത കൽപ്പിക്കാനും പാടില്ല. ഇത് രണ്ടും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്, അഥവാ ഈ ദിവസം, ഇന്നത്തെ ദിവസം. ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പൊ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ആഴ്ചയിൽ വരുന്ന വെള്ളിയാഴ്ചക്കാണ് എന്ന ഒരു തിരിച്ചറിവ് വെള്ളിയാഴ്ചയെ കുറിച്ച് നമുക്കുണ്ടോ, ഉണ്ടാകേണ്ടതില്ലേ എന്നുള്ളത് ഈ സമയത്തിൽ ഞാൻ നിങ്ങളും ഒന്ന് ആലോചിക്കുക. സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഏറ്റവും ഉത്തമമായ പവിത്രമായ സ്ഥലങ്ങളായി നമുക്ക് പറഞ്ഞു തന്നത് മക്കയും മദീനയും അതുപോലെ അറഫയും, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, അത് പള്ളികളാണ്, മസാജിദും. അള്ളാഹുവിന്റെ പള്ളികളാണ് സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങൾ. അതിന്റെ പവിത്രത നമുക്കുണ്ടാകാറുണ്ടോ, നാം കൽപ്പിക്കാറുണ്ടോ? പള്ളി എന്നുള്ള നിലയിലുള്ള സമീപനമാണോ പള്ളികൾക്കുള്ളിൽ നമ്മളിൽ നിന്നുണ്ടാകാറുള്ളത്? എത്രത്തോളം പള്ളികളിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന നിലയിൽ നമ്മുടെ സംസാരം പോലും ഉണ്ടായിക്കൂടാ
നമ്മളുടെ ഖുർആൻ പാരായണം പോലും ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ പള്ളിക്ക് വലിയ പവിത്രതയുണ്ട്. ആ പവിത്രത വാക്കുകളിൽ മാത്രമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ, എല്ലാ പള്ളികൾക്കും ഒരേ പദവിയല്ല. 3 പള്ളികൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൽ നബവി, 3 മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളും കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഒരേ പദവിയേ ഉള്ളൂ, ഒരേ സ്ഥാനമാണുള്ളത്. എന്നാൽ എല്ലാത്തിനും പവിത്രതയുള്ളതാണ്. സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം, ജൗഫുൽ ലൈലുൽ ആഖിർ, നേരത്തെ പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയം ഏറ്റവും പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. അതേതാ? ഇമാമ് മിമ്പറിൽ കയറി ഇരുന്നത് മുതൽ നമസ്കാരം നിറവേറ്റി പിരിഞ്ഞു പോകുന്നത് വരെ, നിറവേറ്റപ്പെടുന്നത് വരുന്നതിന്റെ ഇടയിലുള്ള സമയം. ഇമാമ മിമ്പറിൽ കയറി ഇരുന്നു, അതിനുശേഷം ഖുതുബ കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞ് പോകുന്നതിന്റെ ഇടയിലുള്ള സമയമാണ്. ഏത് സമയമാണെന്ന് അറിയില്ല, ഏതോ ഒരു സമയം. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്ന ആ ഇരിപ്പായിരിക്കണം വെള്ളിയാഴ്ച ഇരിക്കണ ഇരിപ്പ് എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. വെറും ഒരു ഇരിപ്പല്ല ഇത് വെള്ളിയാഴ്ച. എന്തോ ഒന്ന് ഇവിടെ നടക്കുന്നു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, അതല്ല. ഏതോ ഒരു സമയം ഇതിന്റെ ഇടയിലുണ്ട്. ആ സമയത്ത് എന്താണ് മനസ്സിൽ നിന്ന് വീഴുന്നത് അള്ളാഹുവിനോട്, അത് അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള പലതുമുണ്ട്. ഇതിന്റെ ഒക്കെ പവിത്ര അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ അംഗീകരിച്ചു കൊടുക്കുകയും അത് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിശ്വാസികളുടെ ഗണത്തിൽപ്പെടുക, മുത്തഖീങ്ങളായി മാറുക എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു ഇതിനൊക്കെയുള്ള അവസരം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ സൂചിപ്പിച്ചുകൊണ്ട് വരുന്നത് അള്ളാഹുവിന്റെ മാസത്തെ കുറിച്ചാണ്, മുഹറം മാസം. ആ മുഹറം മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഹറം 10 ആണ്. ആശുറാ എന്നാണ് അതിന് അറബിയിൽ പറയുക, മുഹറം 10. ഈ മുഹറം 10 എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് മാത്രമോ പ്രവാചകന് മാത്രമോ ഉള്ളതായിരുന്നില്ല. ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ പോലും ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന മാസം ദിവസവുമാണ് ആശൂറ. മുഹറം 10-നാണ് ഖുറൈശികൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. ഖുറൈശികൾ മുഹറം 10-ന് അവർ കഅബയുടെ കില്ല മാറ്റിയിരുന്നു. കഅബയുടെ കില്ല എന്ന് പറഞ്ഞാൽ കഅബ കാണുന്നവർക്ക് എല്ലാവരും ഇപ്പോഴും ആ കില്ല മാറ്റുന്ന സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. കഅബയുടെ പുറത്തിട്ടിരിക്കുന്ന ആ തുണിക്കാണ് കഅബയുടെ കില്ല എന്ന് പറയുക. ആയത്തുകളൊക്കെ എഴുതിയ, സ്വർണ്ണലിപികൾ കൊണ്ടെഴുതിയ, രേഖപ്പെടുത്തിയ ആയത്തുകളൊക്കെ ഉള്ള അതിനാണ് കില്ല എന്ന് പറയാം. ആ കില്ല മാറ്റാൻ ഖുറൈശികൾ സമയം കണ്ടിരുന്നത് ഈ മുഹറം 10-നായിരുന്നു ജാഹിലിയ്യ കാലത്ത്. തന്നെയുമല്ല, അന്നവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുറൈശികൾ ജാഹിലിയ്യത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന കണ്ടിട്ട് പ്രവാചകനും ആ നോമ്പനുഷ്ഠിക്കുകയും തന്റെ ഒപ്പമുള്ളവരോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇനി ഇഷ്ടമുള്ളവർ പിടിച്ചോ അല്ലാത്തവർ ഒഴിവാക്കിക്കോ ഐച്ഛികമായി മാറി. അപ്പൊ സുന്നത്ത് നോമ്പുകളിൽ നിർബന്ധ നോമ്പായി അനുഷ്ഠിച്ചിട്ട് ഐച്ഛികമായി മാറിയ ഒരേ ഒരു നോമ്പ് മുഹറം 10-ന്റെ നോമ്പാണ്. ബാക്കി നോമ്പുകളൊക്കെ ഐച്ഛികമായി തന്നെ അങ്ങനെ വന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ഖുറൈശികൾ മാത്രമല്ല, ജൂതന്മാരും നസാറാക്കളും എല്ലാം ആദരിച്ചിരുന്ന, നോമ്പനുഷ്ഠിച്ചിരുന്ന ദിവസമാണ് മുഹറം 10. മക്കയിലെ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്ന വിവരം പ്രവാചകന് ലഭിച്ചു. അപ്പൊ പ്രവാചകൻ അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? അതിന് അവർ നൽകിയ മറുപടിയാണ് ഇതിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അലീം, ഇതൊരു മഹത്തായ ദിനമാണ്, ഇതൊരു വമ്പിച്ച ദിവസമാണിത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. ആരിൽ നിന്ന്? ഫിർഔനിൽ നിന്ന്.
വഉരിഖ ഫീഹി ഫിർഔന വഖൗമുഹു, ഈ ദിവസത്തിലാണ് ഫിർഔനും ഫിർഔന്റെ ജനതയും മൂക്കിക്കൊല്ലപ്പെട്ടത്. വസാമഹു മൂസ ശുക്രൻ, അതിന് നന്ദിയായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചു. ഫനഹനു നസൂമുഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് അന്ന് ജൂതന്മാര് പറഞ്ഞതാണ്. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളെക്കാൾ ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും ഞങ്ങളാണ് മൂസ എന്ന പ്രവാചകനോട് ഏറ്റവും അടുത്തത് എന്ന് പറയുകയും പ്രവാചകൻ നോമ്പനുഷ്ഠിക്കുകയും തന്റെ അനുയായികളോട് നോമ്പനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ മുഹറം 10 വീണ്ടും നോമ്പിലേക്ക് സുന്നത്ത് നോമ്പായി മാറി. ഇനി വർഷങ്ങൾ പിന്നിട്ടു മദീനയിലെ പ്രവാചകന്റെ ജീവിതം. അങ്ങനെ നോമ്പനുഷ്ഠിച്ചു വരുമ്പോൾ ഈ ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഒക്കെ അന്ന് അവർക്ക് നേരിടേണ്ടി വന്ന കയ്പുകൾ, ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഭവിഷ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പ്രവാചകനോട് പറഞ്ഞു, ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അനുഷ്ഠിക്കുന്ന ദിവസമല്ലേ ഈ മുഹറം 10, എന്തിനാ അവർ ബഹുമാനിക്കുന്നതല്ലേ, നമ്മൾ എന്തിനാ അതിൽ നിന്നൊരു രൂപത്തിലൊരു ചോദ്യം. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 കൂടി അനുഷ്ഠിക്കും. ഈ 2 വിഭാഗത്തോടും അവരുടെ ആരാധനകളോട് എതിരാകാൻ വേണ്ടി എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ മുഹറം എത്തുന്നതിന് മുമ്പ് വഫാത്താവുകയും ചെയ്തു. അതുകൊണ്ട് പ്രവാചകൻ ആ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. എന്നാൽ പ്രവാചകൻ അനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ചതും സുന്നത്താണ് എന്നുള്ള നിലയിൽ അതും അനുഷ്ഠിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്റെ കാലശേഷം മുസ്ലിം ലോകം ഈ പറഞ്ഞ 2 നോമ്പും അനുഷ്ഠിച്ചു പോകുന്നു. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പണ്ഡിതന്മാരിടയിൽ വിശകലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കുക എന്നുള്ള ഒരഭിപ്രായം. 2, 9ഉം 10ഉം അനുഷ്ഠിക്കണമെന്നുള്ള അഭിപ്രായം. ഏത് നിലയിലും ഈ പറഞ്ഞ വിഭാഗത്തോട് ഒരു മുഖാലഫത്ത് ഉണ്ടാകണം എന്നുള്ള നിലയിൽ 10ഉം 11ഉം ആയാലും തരക്കേടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ 3 കാഴ്ചപ്പാടുകൾ ഈ മുഹറത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും 10ന്റെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്, പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ താസുആവും ആശൂറാവും എന്നാണ് നമ്മുടെ ഇടയിൽ എന്നുള്ള വലിയ ചർച്ച ഇപ്പൊ നടക്കുന്നു. ഈ ഇരിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുക സംശയം. പലരും ഫോണിലൂടെയും മറ്റു നിലയിലും ഒക്കെ ചോദിക്കാറുണ്ട്, സംശയം പ്രകടിപ്പിക്കാറുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഇന്ന ദിവസമൊന്ന് കൃത്യമായി ഏതെങ്കിലും ഒന്ന് പറയാവുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇപ്രാവശ്യം ഒരു അനിശ്ചിതാവസ്ഥയാണ് ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് പറയാതിരിക്കാൻ വയ്യ. അനിശ്ചിതാവസ്ഥ വരാൻ പല കാരണങ്ങളുണ്ട്. ആരെയും കുറ്റപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നാളെയുമാണെന്ന് അഭിപ്രായപ്പെട്ട് കലണ്ടർ പ്രകാരം അങ്ങനെ പിടിച്ചവരും പിടിക്കാൻ പറഞ്ഞവരും ഒക്കെ ഉണ്ടാകാം. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഈ കലണ്ടർ പ്രകാരം എന്നുള്ളത് വരുമ്പോൾ ഒരു സംശയം അവിടെ വരികയാണ്. എന്താണ് സംശയം? നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചതുമായി വെച്ചു നോക്കുമ്പോൾ കലണ്ടർ ഇങ്ങനെ അതിന്റെ അനുസരിച്ച് 29 കഴിഞ്ഞ 1 എന്നുള്ള നിലയിൽ അത് അങ്ങോട്ട് പോകും. ആ നിലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചനുസരിച്ച് ഒരു ദിവസം നമ്മൾ പിന്നിലോട്ട് പോവുകയാണല്ലോ. അപ്പൊ 28 ആവുന്നുള്ളൂ, എന്തു ചെയ്യും? ഇങ്ങനൊരു സംശയവും ചോദ്യം അവിടെ വരുന്നു. അപ്പൊ ഈ 29ന്റെ അന്ന്, പിറ്റേ ദിവസം 29ന്റെ അന്ന് മാസം കണ്ട ഒരു വിഭാഗം കേരളത്തിൽ തന്നെ ഉണ്ട്. അവര് അതനുസരിച്ച് ശനിയും ഞായറും എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. 29ന് മാസം കണ്ടതായി വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് നോമ്പ് ഞായറും തിങ്കളും 9ഉം 10ഉം എന്ന് പ്രഖ്യാപിച്ചു പോകുന്ന രൂപമുണ്ട്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. ഇവിടെ നിന്ന് ഞാൻ ഏത് ദിവസമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ളവർ വേറൊരു കോലത്തിലായിരിക്കും വരിക. അതുകൊണ്ട് ഇതാണ് അവസ്ഥ എന്ന് മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞു വെക്കുന്നു. ഇനി എന്താണ് ഓരോരുത്തരും തീരുമാനിക്കുക. അള്ളയാണ് നമ്മളുടെ മനസ്സറിയുക. കൂലി നൽകുന്നത് അവനാണ്, വിട്ടേക്കവനിലേക്ക്. അത്രേ ഉള്ളൂ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ അനിശ്ചിതാവസ്ഥയെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഏതോ ആകട്ടെ, ഏതായിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം. പക്ഷെ ഒരു കാര്യമുണ്ട്, മുഹറം 10 എന്ന് പറയുന്ന ലോകത്തൊന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അതും കൂടി ഓർത്തോ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ മുഹറം 10 ശ്രേഷ്ഠതയുള്ളതാണ്.
ആ നോമ്പ് പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കുന്നതാണ്. അതിന് കാരണം ഫിറഔന്റെ ഇല്ലാതാകലും മൂസാ നബിയുടെ വിജയവുമാണ് എന്ന് പറഞ്ഞതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതിലേക്കാണ് ഞാൻ ഓതി വെച്ച വചനങ്ങൾ വരിക. അതിൽ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ഫിറഔനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 130-ലധികം സന്ദർഭങ്ങളിലായി മൂസാ നബിയുടെ പേര് പ്രയോഗിച്ചത് കാണാം. 67 സന്ദർഭങ്ങളിലായി ഫിറഔന്റെ പേരുമുണ്ട്. ഏതാണ്ട് പകുതിയോളം ഫിറൗനുമുണ്ട്. ഈ ബനു ഇസ്രായേൽക്കാരിലേക്കാണല്ലോ മൂസാ നബി വന്നത്. ആ ബനു ഇസ്രായേൽക്കാരെ കുറിച്ച് 41 പ്രാവശ്യം ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ കാലത്ത് ഫിറൗനോടൊപ്പം തന്നെ മൂസാ നബിക്കെതിരെ നിലകൊണ്ട പ്രഗത്ഭന്മാരായ 2 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നു. ഖാറൂൻ 4 പ്രാവശ്യം ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട് ആ വാക്ക്. ഹാമാൻ എന്നുള്ളത് 6 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. ഖാറൂൻ വലിയ ഒരു സമ്പന്നനായിരുന്നു. ഹാമാൻ മൂസാ നബിയുടെ ഫിറൗന്റെ ഏറ്റവും വലിയ അടുത്ത മന്ത്രിയായിരുന്നു. അയാൾ പറയുന്ന അനുസരിച്ചാണ് എല്ലാം നീങ്ങിക്കൊണ്ടിരുന്നുള്ള രൂപത്തിലും കാണാം. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇതൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ, അഥവാ മൂസാ നബിയുടെ ജനതയായ ബനു ഇസ്രായേലും മൂസാ നബിയും ഫിറൗന്റെ ജനതയായ കിബിത്തികളും ഫിറൗനും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളും തമ്മിലുള്ള 2 കക്ഷിത്വങ്ങൾ, കൃത്യമായി വംശീയതകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതാണ് ഖുർആൻ സൂറത്ത് ഖസസിലെ ആദ്യത്തെ വാചകത്തിൽ പറയുന്നത്, ഇന്ന ഫിറഔന അലാ ഫിൽ അർള്, ഫിറഔൻ ഭൂമിയിൽ നാട്ടിൽ ഔന്നത്യം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, ആ നാട്ടുകാരെ കക്ഷികളാക്കി മാറ്റി. എന്നിട്ട് യസ്തളൈഫു തായിഫത്തം മിൻഹും, അതിൽ ഒരു വിഭാഗത്തെ അങ്ങേയറ്റത്തെ ദുർബലരാക്കി മാറ്റി. എന്നിട്ട് യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ കുഴപ്പക്കാരിൽപ്പെട്ടവനാണ് എന്ന് ഫിറഔന്റെ ആ സ്വഭാവം എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, വനുരീദു, നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നമുല്ല അലല്ലദീന സ്തുളിഫു ഫിൽ അർളി, ഭൂമിയിൽ മർദ്ദിതരായി ദുർബലരായി ഗണിക്കപ്പെടുന്നവർക്ക് അനുഗ്രഹം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വനജഅലഹും അഇമ്മ, മർദ്ദിതരെ നേതാക്കന്മാരാക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വനജഅലഹുമുൽ വാരിദീൻ, മർദ്ദിതരായി ഗണിക്കപ്പെടുന്ന ആളുകളെ പിൻഗാമികളായി അവകാശികളാക്കി കൊണ്ടുവരാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിറഔൻ അങ്ങനൊക്കെ ചെയ്താലും ശരി എന്ന് പറയുന്നു. വനുമക്കിന ലഹും ഫിൽ അർളി, എന്നിട്ട് മർദ്ദിതർക്ക് ഭൂമിയിൽ സർവ്വ സ്വാധീനവും സൗകര്യവും നൽകാനും നമ്മൾ ഉദ്ദേശിക്കുന്നു. വനജഅലഹും ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഫിർഔനും ഹാമാനും അവന്റെ സൈന്യങ്ങൾക്കും എന്താണോ അവർ ഭയപ്പെടുന്നത്, ആശങ്കപ്പെട്ടിരുന്നത്, അതവർക്ക് കാണിച്ചു കൊടുക്കാനുമാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശമാണ് മൂസാ നബിയുടെ ജനതയുടെയും വിജയത്തിലൂടെയും ഫറോവയെ മുക്കിക്കൊന്നതിലൂടെയും പിന്നീട് നമ്മൾ കാണുന്നത്. ഇതൊരു പൊതു സന്ദേശമാണ്. എന്ത്? ധിക്കാരികളുടെ പതനം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ കാലവും ധിക്കാരവും അധികാര പ്രമത്തതയും കയ്യിലുണ്ടാകും, ആഡംബര ജീവിതമുണ്ടാകും എന്ന് ഒരു ഭരണാധികാരിയും പറഞ്ഞു വെക്കേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. കാരണം അതൊക്കെ പോവും. ഇന്നത്തെ അധികാരം നാളെ വേറൊരുത്തന്റെ കയ്യിലേക്ക് പോകും. ഇന്നത്തെ ആഡംബര ജീവിതം അവനിൽ നിന്ന് മാറി മറ്റൊരുത്തനിലേക്ക് പോകും. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത്, ധിക്കാരം എന്ന് പറയുന്നത് ശാശ്വതമാണ് എന്ന് ഒരാളും മനസ്സിലാക്കണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശം. പക്ഷേ സമയം പിടിക്കും. അതിന് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടാകണം. അതാണ് മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞത്. എന്തെല്ലാം ചെയ്തു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം? ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ്, എത്ര സ്ഥലങ്ങളിലാണ്, ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല. അതിനൊക്കെ പകരം ചെയ്തത് അവരെ മോശമായി അങ്ങേയറ്റത്തെ മർദ്ദനങ്ങളും പീഡനങ്ങളും അഴിച്ചുവിടലായിരുന്നു. എന്തിനേറെ തന്റെ മുമ്പിൽ ജാലവിദ്യ കാണിച്ച് പരാജയപ്പെട്ട ഫിറഔന്റെ സാഹിറുകൾ വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഫറോവ ചെയ്തത്. തന്നെയല്ല, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ്. ലഇനിത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്നെങ്ങാനും അംഗീകരിച്ചാൽ തടങ്കലിലാക്കി കളയും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളയാണെന്നുള്ള വിശ്വാസം
റബ്ബാണെന്നുള്ള വിശ്വാസം, ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള വിശ്വാസം, ഇത്രയും വലിയ അഹങ്കാരത്തിന്റെ അപ്പോസ്തലനായ ഒരാളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അയാളുടെ പതനം വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, സൂറത്ത് യൂനുസ്, സൂറത്ത് ഖസസ്, സൂറത്ത് ശുഅറാ, ഇതിലെല്ലാം ഇക്കാര്യം പറയുന്നു. അവന്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് സൂറത്ത് യൂനുസിൽ പറയുന്ന ആ ഒരു വചനം മാത്രം ഞാനൊന്ന് ഉണർത്താം. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ. ബനു ഇസ്രായേലിനെ നാം കടൽ കടത്തി. നമ്മളൊന്ന് ആലോചിക്കണം, ചെങ്കടലിന്റെ അത്ഭുതം. ചെങ്കടലിലാണല്ലോ ഈ രണ്ട് സംഭവം നടക്കുന്നത്. മൂസാ നബി തന്റെ അനുയായികളെയും കൊണ്ട് ചെങ്കടല് കടന്നിട്ടാണ് ഫലസ്തീനിലേക്ക് പോകുന്നത്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്നത്. ചെങ്കടൽ അങ്ങോട്ട് പിളർന്നു കൊടുത്തു മൂസാ നബിയുടെ മുന്നിൽ. അള്ളാഹ് പറഞ്ഞു, ഇദ്രിബ് ബിഅസാക്കൽ ബഹർ, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. ഫൻഫലഖ, ആ സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, ഓരോ ഭാഗവും ഓരോ മലകൾക്ക് സമാനമായി ഇങ്ങനെ നിന്നു. നടുവിലൂടെ ഒരു തരീഖുൻ യാബിസ്, ഉണങ്ങിയ വഴി ഉണ്ടായി എന്നാണ് ഖുർആൻ പറഞ്ഞത്. കഥകളല്ലത്. ആ വഴിയിലൂടെയാണ് ഇവർ നടന്നുപോയത്. അങ്ങനെ ഇവർ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിന്നാലെ ഇവര് കൂടുന്നത്. ആ സന്ദർഭത്തിൽ അതേ കടലിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസവും ആദർശവുമായി ഇറങ്ങിത്തിരിച്ച അവരെയും പിളർന്നു കൊടുത്ത് രണ്ടായി മാറി നിന്ന് വഴിയൊരുക്കി അപ്പുറത്ത് കടത്തി കഴിഞ്ഞപ്പോൾ ധിക്കാരികളായി ഈ സമൂഹത്തെ മർദ്ദിതരാക്കി കാലങ്ങളോളം കൈകാര്യം ചെയ്തിരുന്ന, അള്ളയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന, റബ്ബാണെന്ന് പറഞ്ഞ് വീമ്പടിച്ചിരുന്ന ഈ ഈജിപ്തും ഈ ഈജിപ്തിലൂടെ ഒഴുകുന്ന സർവ്വ നദികളും എന്റെ താഴ്ഭാഗത്തിലൂടെയാണ് ഒഴുകുന്നത് എന്ന് വീമ്പ് നടിച്ച ഫറോവ ആ ചെങ്കടൽ അങ്ങോട്ട് വിഴുങ്ങി. ഇവിടെ ഒരു സന്ദേശം കൂടി മുഹറമിന് നൽകാനുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരിലും മൂസയും ഉണ്ട്, ഫിറഔനും ഉണ്ട്. നാം തിരിച്ചറിയണം അത്. നമ്മൾ ഓരോരുത്തരിലും ഉണ്ടത്. ആ ഫിറഔനെ പരാജയപ്പെടുത്തി മൂസയെ നമ്മൾ വിജയിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് ഏത് രംഗത്തും വിജയിക്കാം. ആ ഒരു വലിയ മെസ്സേജ് കൂടി മുഹറം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയുക. അതിൽ വലിയ അത്ഭുതമായിട്ടാണ് ഈ രണ്ട് കാര്യവും ആ ചെങ്കടലിൽ തന്നെ സംഭവിച്ചത് നമ്മൾ കാണുന്നത്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, നീ ഇവർക്കും ഇവന്റെ ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്തും ഭൗതികമായ സൗകര്യങ്ങളും ഒക്കെ നൽകി, അതൊക്കെ നിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ധനത്തിൽ നീ നാശം വരുത്തണേ, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നീ ശിദ്ധത്തുണ്ടാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചതായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി കാണാം. കാരണം ഉപദേശം കൊണ്ട് രക്ഷയില്ല, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ട് രക്ഷയില്ല. ഇനി ഇവൻ ഒതുങ്ങണമെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷയല്ലാതെ മുമ്പിൽ വേറൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിന് മറുപടിയായിട്ടാണ് ഇവരെയും കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പുറപ്പെടുന്നത്. അങ്ങനെ ചെങ്കടൽ കടന്നു പോകുന്നത്. എന്നിട്ട് പിന്നാലെ കൂടി അവസാനം മുങ്ങിച്ചാകാൻ നേരമായപ്പോൾ ഫിറഔന്റെ ഒരു വാചകമുണ്ട്. എന്താ വാചകം എന്നറിയോ? ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ചാകാൻ പോവാ, ചാകുകയാണ്. ആ സന്ദർഭത്തിൽ പറഞ്ഞ വാചകമാണ് ഇതെന്താ? ആമന്തു, ഞാൻ വിശ്വസിച്ചു. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കൾ വിശ്വസിച്ചില്ലേ? ആ വിശ്വസിച്ച ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് ഞാൻ ഇതാ വിശ്വസിക്കുന്നു. എപ്പോഴേ? മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുമ്പോഴേ. അതിനു മുമ്പ് ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് തെളിവുകൾ നിരത്തി, എന്നിട്ടൊന്നും വന്നില്ല. അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് പറയുക അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്നാ പറഞ്ഞ. ഫിറഔന്റെ വാക്കാണ് കേട്ടോ ഇത്. അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. അപ്പം അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിനൊക്കെ എത്രയോ അവസരം നിനക്ക് കിട്ടിയിരുന്നു, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ നേരം കിട്ടിയത്? വകുന്ത മിനൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരിൽപ്പെട്ടവനാണ് എന്ന് അള്ളാഹു മറുപടി പറയുകയും ചെയ്തു. മരിച്ചു മുങ്ങി, അറിയാലോ ചരിത്രം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ.
അൻ ആയാതിനാ ലഗാഫിലൂൻ. അതായത് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും. നിന്നെ അങ്ങോട്ട് അഴുകിക്കളയാൻ സമ്മതിക്കൂല. വെള്ളത്തിൽ പോയാൽ അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുക. അവന്റെ ഒപ്പം പലരും ഉണ്ടായി, അവനൊഴിച്ച് ബാക്കിയെല്ലാം ആ കോലത്തിലായി. ഇതങ്ങനെ അള്ളാഹു വിട്ടില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ മറുപടി എന്താ? എന്തിനാന്നറിയോ? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ഇത്തരം ധിക്കാരികൾക്ക് എന്നും ഒരു പാഠമാകാൻ വേണ്ടി, ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. അങ്ങനെ അഴുകിപ്പോയില്ല. അതാണ് ഫറോവ എന്നും കാണത്തക്ക നിലയിൽ, മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫറോവ എന്നും കാണത്തക്ക നിലയിൽ മ്യൂസിയത്തില് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈജിപ്റ്റൊക്കെ മ്യൂസിയം സന്ദർശിച്ച ആൾക്കാർക്കൊക്കെ അതിപ്പോ ഓർമ്മ വരുന്നുണ്ടാവുന്നത്. ഏതോ ആകട്ടെ, ഈ ഒരു ദയനീയമായ പതനം, ധിക്കാരത്തിന്റെ പതനം, അഹങ്കാരത്തിന്റെ പതനം, അധികാര പ്രമത്തതയുടെ പതനം, ആ പതനം കണ്ട ദിവസമാണ് മുഹറം 10. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നന്ദിയായിട്ട് നോമ്പ് അനുഷ്ഠിച്ചു. ആ നോമ്പ് തുടർന്ന് അനുഷ്ഠിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിച്ചു. ഇത്ര പവിത്രമായ, ചരിത്രമുറങ്ങുന്ന, വിജയം കൊയ്തെടുത്ത, ഒരുപാട് വിജയങ്ങളുടെ മാസമായ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സത്യവിശ്വാസത്തിനും ഒക്കെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഈ മാസം, ആ മാസത്തിലെ മുഹറം 10, ഇത്രയും ശ്രേഷ്ഠമായ ഈ നാളിനെ നമുക്കെങ്ങനെയാണ് കൊള്ളരുതാത്ത നാളാക്കി കാണാൻ കഴിയും? അതാണ് രണ്ടാമതിനെ കുറിച്ച് നമ്മൾ ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് അഹ്ലുസ് സുന്നത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമാണ്. അത് ഷിയാക്കൾ ഉണ്ടാക്കിയ ആചാരമാണത്. ഷിയാക്കളാണ് ഇസ്ലാം മതത്തിൽ ഒരുപാട് വ്യക്തിപൂജ, വീരാരാധന, ഖബറാരാധന തുടങ്ങി എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന ആ ഒരു വിഭാഗമാണ്. അത് നമുക്ക് എന്തിനാ ദത്തെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരിത് പറയാൻ കാരണം നമുക്കറിയാം. ഹിജറ 61-ാം വർഷം മുഹറം 10-ന് കർബലയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാവായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പുന്നാര മകനായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങിയത്. കാരണം അന്ന് മുമ്പേ ഷിയഅത്തു അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു പ്രത്യേക സ്നേഹവും താല്പര്യവും വെച്ചു പുലർത്തിയ വിഭാഗം അതൊരു വിഷയമാക്കി അങ്ങോട്ട് മാറ്റി. അതിനും ഊന്നൽ കൊടുത്തതും പിന്തുണ നൽകിയതും കുത്തിത്തിരിപ്പുണ്ടാക്കിയതും ഭിന്നിപ്പുണ്ടാക്കിയതും ഒക്കെ ഒരു ജൂതനാണ്, അബ്ദുല്ലാഹ് ഇബ്നു സബ. മുസ്ലിം വേഷധാരിയായി മുസ്ലിമീങ്ങളുടെ ഇടയിൽ, സഹാബത്തിന്റെ ഇടയിൽ കടന്നു വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി നബിയുടെ കുടുംബത്തോട് അങ്ങേയറ്റം സ്നേഹം വേണ്ടത് ഇങ്ങനെയാണ്, അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ അധികാരം തട്ടിയെടുത്തതാണ്, ശരിക്കും അധികാരം കിട്ടേണ്ടത് അലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു വലിയ ഒരു തത്വമാണ് ഈ പറയുന്നത്. അതിലൂടെയാണ് ഇതൊക്കെ വരുന്നത്. ഒരാള് വധിക്കപ്പെട്ടു ഒരു യുദ്ധത്തിൽ എന്നുള്ളത് കൊണ്ട് അതിന് അസ്പൃശ്യത കാണിച്ചാൽ റമദാൻ 17-ന് അസ്പൃശ്യത കാണിക്കണ്ടേ? റമദാൻ 17-ന് ബദരീങ്ങൾ 13 പേര് മരിച്ചില്ലേ, രക്തസാക്ഷികളായില്ലേ? അങ്ങനെ ചരിത്രത്തിൽ ഒരുപാടില്ലേ നമ്മുടെ മുമ്പിൽ? അതൊന്നുമല്ല. അപ്പൊ ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല. മുഹറം മാസത്തില് ഇപ്പൊ ആകെ നമുക്കൊക്കെ ഒരു സമാധാനം ഉള്ളത് മുഹറം 10 വരെ കല്യാണം ഉണ്ടാവില്ല. ഒരു വലിയ സമാധാനം, ഇല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അതൊരു വലിയ സമാധാനം നമ്മുടെ മുമ്പിൽ. എന്താ കാരണം? മുഹറം 10 കഴിയാ കല്യാണം പറ്റൂല, വീട് കൂടല് പറ്റൂല, കട ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല, യാത്ര പറ്റൂല, ഇതൊന്നും പറ്റൂല. എവിടെങ്കിലും ചടഞ്ഞിരുന്നോണം. ഇത് എവിടെ നിന്നുള്ള ഇസ്ലാമാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഈ അശുഭ ലക്ഷണം, അസ്പൃശ്യത കൽപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ മുഹറത്തിനോട് കാണിക്കുന്ന മുഹറ ഏറ്റവും പവിത്രമായ മാസമാണ്, ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ്, വിജയങ്ങളുടേതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്തി നമ്മൾ മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും വലിയ ഒരു അവസ്ഥയിൽ നിന്ന് കുറെയൊക്കെ ചേഞ്ച് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി അത് മാറിയെന്ന് പറയാനാകില്ല. കാരണം ഇങ്ങനെ കുറച്ച് കിടക്കും മനസ്സിൽ എപ്പോഴും. മുഹറല്ലേ, അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് വരും. ചൊവ്വാഴ്ചയല്ലേ, അങ്ങനെ ഒരു ചിന്ത വരും. ഇപ്പൊ പൂച്ച കണ്ടാലോ സംഗതി പോയി. ഒരു പൂച്ച കുറുക്കിയാടിയ നമുക്ക് അശുഭ ലക്ഷണമാണ്, പോവില്ല.
ചൈനക്കാർക്കാണെങ്കിൽ പൂച്ച ഏറ്റവും നല്ല സാധനമാണ് അവർക്ക്. അതിനെ കനി കണ്ടാലേ അവർക്ക് യാത്ര വരുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ സൃഷ്ടി, അള്ളാന്റെ ഒരേ സൃഷ്ടി പൂച്ച. നമുക്ക് കുറുക്കി ആടിയാൽ അശുഭ ലക്ഷണം. യാത്ര പറ്റൂല, ഹജ്ജിനാണെങ്കിൽ പോലും പോകാൻ കഴിയൂല, എത്ര പൈസ മുടക്കിയ ടിക്കറ്റ് എടുത്താണെങ്കിലും പറ്റൂല. അതേസമയം ചൈനക്കാർക്ക് പൂച്ചയെ കണ്ടാലേ അവരുടെ യാത്ര സുഗമമാവുകയുള്ളൂ. ഒറ്റ ജീവി, രണ്ട് ചിന്ത. ഇതെവിടുന്ന് വന്നു? ഇതാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിൽ പെട്ടതാണ് ഇതൊക്കെ. അതുകൊണ്ട് മുഹറം മാസത്തിന് ഒരസ്പൃശ്യതയും ആരും കാണേണ്ടതില്ല, ഒരശുഭ ലക്ഷണമായി വിചാരിക്കേണ്ടതില്ല. ഏറ്റവും പവിത്രമായ നാളുകളാണ്. പവിത്രമായ നാളായതുകൊണ്ടാണ് അത് വർഷം തുടങ്ങിയത്, പവിത്രമായ നാളുകൊണ്ടാണ് വർഷം അവസാനിപ്പിക്കുന്നത്. ഇതിലും വലിയ സന്തോഷം എന്താ നമുക്ക് ഉണ്ടാകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും ബാത്തില് ബാത്തിലായി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള സർവ്വ തൗഫീഖും നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നമ്മളൊക്കെ ആരോഗ്യമുള്ളവരായി ഇങ്ങനൊക്കെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നു. എങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അൽഹംദുലില്ലാഹ്. ഒരിക്കലും എൻ്റെ സഹോദരീ സഹോദരന്മാരോട് ഞാൻ ഉൾപ്പെടെ നമുക്ക് ഓർക്കാനും പറയാനുള്ളത്, ആരോഗ്യം ശരീരത്തുള്ളത് ഒരു നിസ്സാരമായി കാണരുത്. രോഗങ്ങൾ വന്ന് പിടികൂടുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ അറിയുക. നമ്മളുടെയൊക്കെ ഇടയിൽ തന്നെ എത്രയോ രോഗികൾ, നമ്മളുടെ ഒപ്പം നടന്നിരുന്ന ആൾക്കാർ നമ്മൾക്കിപ്പം ഒപ്പം കിട്ടുന്നില്ല. കാരണം അവർക്ക് നമ്മളുടെ ഒപ്പം നടക്കാൻ കഴിയണില്ല, ഒരു കാര്യത്തിന് വിളിച്ചാൽ എത്തിച്ചേരാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം, അള്ളാഹുവിനോട് എപ്പോഴും അവന്റെ നല്ല അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കിട്ടുവാൻ, ആരോഗ്യത്തോടു കൂടി ജീവിച്ചു പോകാൻ, സിഹത്തും ആഫിയത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് എന്നോട് ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ പല ഉപദേശങ്ങളും പല സന്ദർഭങ്ങളിലും നൽകിയതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണമെന്ന്. സൗഖ്യം, പ്രയാസമില്ലാതെ ജീവിച്ചു പോവുക, ആരോഗ്യത്തോടു കൂടി പോവുക. നമ്മളൊക്കെ പരസ്പരം ആശംസകൾ നേരുമ്പോൾ ദീർഘായുസ് അള്ളാഹു നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്തേ കാരണം? അത് നമ്മുടെ ഒരു ബാധ്യതയാണ്, പരസ്പരം പ്രാർത്ഥിക്കുക, സ്വന്തം പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞുവല്ല. പോണ പോക്കിൽ, നടന്നു പോകുന്ന പോക്കിൽ ഒന്ന് കാല് തട്ടി വീണ് ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജീവിതം. അപ്പൊ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇതും ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഏത്? ഈ ആരോഗ്യവും ഒരു പരീക്ഷണമാണ്, സമ്പത്ത് പരീക്ഷണമാണ്, സന്താനങ്ങൾ പരീക്ഷണമാണ്. അതിലൊക്കെ അതിന് പ്രതിഫലവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, പ്രാർത്ഥനകളിലും ഉണ്ടാകണം. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ഈ അനാഥശാലയിൽ വളരെ മുമ്പ് ഒരു 3-4 വയസ്സ് മുതൽ ഇവിടെ പഠിച്ചു വളർന്ന ഒരു ഷാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇപ്പൊ 40 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആരോഗ്യത്തോടു കൂടി ഏത് കാര്യത്തിനും ഓടി പിന്നാലെ വരുന്ന, വിളിച്ചാൽ ഓടിയെത്തുന്ന, ഇപ്പോഴും ഈ സ്ഥാപനത്തോട് തന്റെ കൂറും അതിൻ്റെ ഉള്ള ഭവ്യതയൊക്കെ പ്രകടിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം ഒരു ചെറിയ അസ്വസ്ഥത തോന്നി, ഡോക്ടർക്ക് കൊണ്ടുവന്നു, പരിശോധിച്ചു നോക്കുമ്പോൾ അവസാനം കണ്ടെത്തിയിരിക്കുന്നത് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. 3 പെൺമക്കളുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതിനുശേഷം 13 വയസ്സുള്ള 7 വയസ്സുള്ള 3 പെൺമക്കൾ, വാർദ്ധക്യത്തിലെത്തിയ ഒരു മാതാവ്, ഒരു ജ്യേഷ്ഠന് ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയതാണ്. ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയ, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ പെട്ടതാണ് ഇതൊക്കെ. എപ്പോഴും നമ്മൾ പഠിപ്പിച്ച കുട്ടികളോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നുമല്ലോ, പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ നന്നായി പോയ ഒരു അവസ്ഥയാണെങ്കിൽ. അപ്പൊ അവൻ ഹോസ്പിറ്റലിൽ, നമ്മുടെ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മജ്ജ മാറ്റിവെക്കലല്ലാതെ വേറൊരു പരിഹാരവുമില്ല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടർ നൽകിയിരിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി മാത്രം 35 ലക്ഷം രൂപയാണ്.
ഒരുമാതിരി സമ്പത്ത് കയ്യിലുള്ള ആൾക്കാർക്ക് പോലും 35 ലക്ഷം രൂപയൊക്കെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അപ്പൊ അല്ലലില്ലാതെ കുടുംബം നോക്കി ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനെ സഹായിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് നമ്മൾ അവന് വേണ്ടി ഒരു കളക്ഷൻ നടത്തുക. എത്ര ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കളക്ഷൻ സാധാരണ പോലെ നിങ്ങൾ കാണരുത്. ഇൻ കേസ് ആർക്കെങ്കിലും ഇന്ന് ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമോ ആ വിവരം അറിയിച്ചാൽ അതെങ്ങനെ എത്തിക്കണം എന്നുള്ള വിവരമൊക്കെ ഇൻഷാ അല്ലാഹ് തരാം. ഏതായിരുന്നാലും ഇന്നൊരു പൊതു കളക്ഷൻ ആ പയ്യന് വേണ്ടി നടത്തുക. ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 ദിവസമായി ചികിത്സ തുടരുകയാണ്. ഒരു 8 ദിവസം കഴിയുമ്പോൾ ഇത് കയറ്റാൻ തുടങ്ങും. മകളുടെ കിട്ടി, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മാച്ച് ചെയ്യുന്നത് അന്വേഷിച്ച് നടന്ന അവസാനം ഈ മൂത്ത മകളുടെ തന്നെ മാച്ചാകും എന്ന് ഡോക്ടർ കണ്ടെത്തിയിട്ട് ആ മകളുടേതാണ് കൊടുക്കുന്നത്. 15 വയസ്സേ ഉള്ളൂ, SSLC പഠിക്കുകയാണ് കുട്ടി. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ മജ്ജയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിൽ അള്ളാഹു ആയാലും എപ്പോഴാണ് അറിയില്ല ഒരു തലചുറ്റൽ വരുന്നു, വീണു പോകുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചികിത്സയ്ക്ക് വിധേയനാകുന്ന ഷാഫിക്ക് അതിന്റെ എഫക്റ്റ് പൂർണ്ണമായി ഉണ്ടാകാനും പൂർണ്ണ സിഹത്തോടും ആഫിയത്തോടും കൂടി നമ്മളോടൊപ്പം ഇനിയും ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അത്ര ഇഷ്ടമുള്ള ഒരു പയ്യനാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഇന്ന് നമ്മുടെ അസ്ലം സേട്ട് എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന പോക്കിൽ വീണ് ഇടുപ്പല്ല് പൊട്ടി അദ്ദേഹം ചികിത്സയിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഓപ്പറേഷന് വിധേയാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ പലരുടെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അസ്ലം സേട്ടിന്റെ പേര് ഞാൻ പരാമർശിക്കാൻ കാരണം നമ്മളൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ്, നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അറിയുന്ന ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് വേറൊരു രൂപത്തിലാണ്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഇങ്ങനെ രോഗചെയ്യിൽ കഴിയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ, ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അത് പറയുമ്പോൾ നമ്മുടെ മൈമൂനത്തെ ഓർക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. നമ്മുടെ ഈ പള്ളിയിൽ ആരോഗ്യവതിയായിരിക്കുന്ന സന്ദർഭത്തിൽ ജുമഅക്കും തറാവീഹിനും ഒക്കെ വരാറുണ്ടായിരുന്ന സഹോദരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വിമൻസ് അസോസിയേഷൻ യത്തീംഖാനയുടെ ഏറെ കാലത്തെ ചെയർപേഴ്സൺ ആയിരുന്നുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്ത സ്ത്രീയാണ്. കഴിഞ്ഞ ആഴ്ച അവർ മരണപ്പെട്ടു. നമ്മളൊക്കെ മയ്യത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ ഏത് ഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب